വന്യമൃഗങ്ങളും മലകളും കോടമഞ്ഞും തമിഴ്നാടൻ ഭക്ഷണവും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പ്. ആലുവയും പാലിയേക്കരയും കുതിരാൻ തുരങ്കവും കടന്നപ്പോഴേക്കും ഒരു ചെറിയ മഴ കിട്ടി. വടക്കഞ്ചേരിയും നെന്മാറയും കഴിഞ്ഞ് കൊല്ലങ്കോട് എത്തിയാൽ പിന്നെ അതിമനോഹരമായ കാഴ്ചകളാണ്. ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ പിന്നെ തമിഴ്നാടിന്റെ തുടക്കമാണ്. കേരളം ഇവിടെ വെച്ച് തീരുന്നത് കാരണമാണ് ഈ ബസ് ഇവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. തമിഴ്നാട് എത്തിയാൽ പിന്നെ ആദ്യത്തെ ടൗൺ പൊള്ളാച്ചിയാണ്. ഈ പൊള്ളാച്ചിയിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള പച്ചക്കറികളെല്ലാം വിളവെടുത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്കൊക്കെ ഇവിടെ ഭയങ്കര വിലക്കുറവാണ്. നമ്മളൊരു 100 രൂപ കൊടുത്താൽ തന്നെ ഒരുപാട് പച്ചക്കറികൾ കിട്ടും. അവിടുന്ന് നമ്മൾ തമിഴ്നാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ ആളിയാർ ഡാമിന്റെ അവിടെ എത്തും. അവിടെ ഒരുപാട് ടൈപ്പ് മീനുകളൊക്കെ വറുത്ത് കിട്ടും. ഇതൊക്കെ ഈ ഡാമിലെ മീൻ തന്നെയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ വന്നാൽ തമിഴ്നാട്ടിലെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണല്ലോ. ബിരിയാണിയൊക്കെ ടേസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും മീൻ റെഡിയായി കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ മീനും ബിരിയാണിയൊക്കെ. അവിടുന്ന് നമ്മൾ ആനമല ടൈഗർ റിസർവിലേക്ക് എത്തും. അവിടുന്നാണ് വിഖ്യാതമായ 40 എയർപിന്നുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് തന്നെ നമ്മൾ ചെറിയ ചെറിയ വന്യമൃഗങ്ങളൊക്കെ കണ്ടു തുടങ്ങും. ഒരു 14 എയർപിന്ന് കഴിഞ്ഞപ്പോഴേക്കൊക്കെ പിന്നെ അങ്ങോട്ട് കോടയായിരുന്നു. ഇതിനിടയ്ക്ക് കാണാൻ വേണ്ടി ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. അവിടുന്ന് പിന്നെ അതിമനോഹരമായൊരു തേയിലത്തോട്ടത്തിലേക്ക് പ്രവേശിക്കും. അവിടെയൊക്കെ കുറച്ചു നേരം നടന്ന് ഒരു തമിഴ്നാടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് ദൂരം കൂടി വന്നാൽ മിക്കവാറും കാട്ടുപോത്തുകളൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലത്തെത്തും. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കൂട്ടം കാട്ടുപോത്തായിരുന്നു അവിടെ. കാട്ടുപോത്തുകൾ മാത്രമല്ല, ഒരുപാട് കരിങ്കുരങ്ങുകളും മറ്റു വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. അവിടുന്ന് നമ്മൾ ഷോളയാർ ഡാം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കേരളത്തിലെത്തും. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് കാട്ടിലേക്ക് പ്രവേശിക്കാൻ. നട്ടപ്പാതിരാത്രി ആ കാട്ടിലൂടെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക അനുഭവമാണത്. ഞങ്ങൾ ജസ്റ്റ് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവിടെ ഭയങ്കര ആൾക്കൂട്ടവും ബഹളമൊക്കെ. നോക്കിയപ്പോൾ അവിടെ ഉത്സവം നടക്കുകയാണ്. ഞങ്ങളപ്പോൾ ചുമ്മാ ആലോചിച്ചുള്ളൂ, ഈ കാട്ടിലൊക്കെ എങ്ങനെ കൊട്ടും പാട്ടും വെച്ചാൽ മൃഗങ്ങൾക്ക് ദേഷ്യം വരില്ലേന്ന്. പിന്നെ നേരം വെളുത്തപ്പതേ ഈ വാർത്തയാണ് കണ്ടത്. തൃശൂർ അതിരപ്പള്ളി അരൂർ മുഴിയൽ ക്ഷേത്രോത്സവത്തിനിടയിലേക്ക് കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു. നവഗ്രഹ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടയിലേക്കാണ് കാട്ടാനകൾ എത്തിയത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്.